ഷഹന ബിൻസി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. വളരെയധികം സന്തോഷം തോന്നുന്നു ഇന്നിവിടെ ഈ ഒരു എൻ്റെ കൂട്ടായിയുടെ സൗഹൃദ സംഗമ വേദിയിൽ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ. കാരണം ഒരു 7 വർഷത്തോളം ഏകദേശം 2017 തുടങ്ങിയ ഈ ഒരു എൻ്റെ വാട്സപ്പ് കൂട്ടായ്മ ഇത്രയും വർഷം നിലനിന്നത് തന്നെ അവരുടെ വിജയമാണ്. ഈ ഒരു ടീമിൻ്റെ കോർഡിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ബാലവേദി, സർഗവേദി പോലുള്ള ഇവരുടെ സബ് ഗ്രൂപ്പുകൾ തന്നെ. എൻ്റെ മോന് ബാലവേദിയിൽ അംഗമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ മെയിൻ ഗ്രൂപ്പിൽ ആഡ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അവരുടെ ആ ഒരു കോർഡിനേഷൻ, അതായത് മെയിൻ ഗ്രൂപ്പിലുള്ള ആളുകളെ ഒരിക്കലും യാതൊരു വിധത്തിലുള്ള തടസ്സവും ബാധിക്കാത്ത രീതിയിൽ ബാലവേദിയിൽ തന്നെ അടുത്തത് നീയാണ് എന്നുള്ള രീതിയിൽ ഓർഡറായിട്ട് അവരെ വിളിക്കുന്ന രീതിയിൽ ആ പരിപാടി കോർഡിനേറ്റ് ചെയ്യുക ഒരിക്കലും ഓൺലൈനായിട്ട് അത്രയും പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അവരുടെ കോർഡിനേഷൻ അത് എത്രത്തോളം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പരിപാടിയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഷോക്കത്താക്ക ചെയ്തത് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ പ്രിയ സുഹൃത്ത് താഹിർ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോഴും അതുപോലെ പുരുഷവേട്ടം നടത്തുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുരുഷവേട്ടം നടത്തുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. കാരണം ഒന്നാമത് ആ മെയിൻ ഗ്രൂപ്പിൽ കയറുന്ന സമയത്ത് അതിൽ നമ്മൾ ലേഡീസിനൊന്നും അതിൽ അലൗഡ് അല്ല എങ്കിലും ഈ സമയത്ത് നമ്മളെ അതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റിക്കറൊക്കെ വരും, നമുക്ക് ചിരിക്കാനുണ്ടാവും. ഞാനും മക്കളൊക്കെ ഇരുന്ന് ചിരിക്കാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ നല്ല രസമാണ് അത് കാണുമ്പോൾ. അത് ആ ഒരു കോർഡിനേഷനാണ് അവിടെ നടക്കുന്നത്. അവിടെ യാതൊരുവിധ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. പിന്നെ ഇവിടെ സലാമത്ത പറഞ്ഞു, ഉപ്പാൻ്റെ പ്രവർത്തനം പറഞ്ഞു. ചില സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഉമ്മ ഉപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും, ഉപ്പ എൻ്റെ കൂട്ടായിട്ട് എന്തിനോ പോയി. ചിലപ്പോൾ പറയും എൻ്റെ കൂട്ടായിട്ട് മീറ്റിങ്ങിന് പോയി. ഒരു ദിവസം ഉപ്പാനെ കാണില്ല. അപ്പോൾ നോക്കിയപ്പോൾ ആള് റൂമിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കാം, ഞങ്ങളെ ശബ്ദം കേൾക്കും. ചില സമയത്ത് ഇതേപോലെ റൂം അടച്ചിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ എൻ്റെ കൂട്ടായിട്ട് പാട്ടുത്സവം നടക്കുന്നുണ്ട് അത്ര, ആള് പാട്ട് പാടുകയാണ് അതിലിരുന്നിട്ട്. അപ്പോൾ എത്രത്തോളം സത്യം പറഞ്ഞാൽ ഉപ്പ കൂട്ടായിക്കാരനല്ല. ഇതിൽ എത്ര പേർക്ക് അറിയുമെന്നുള്ളത് എനിക്കറിയില്ല. ഉപ്പ കൂട്ടായിക്കാരനല്ല, പക്ഷെ ഇപ്പൊ പക്ക കൂട്ടായിക്കാരനാണ്. എൻ്റെ കൂട്ടായി ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഉപ്പ ചെയ്യുന്നുണ്ട്, ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഉപ്പക്ക് ഉള്ള അതേ ഒരു ഇതൊക്കെ എനിക്കും തോന്നുന്നുണ്ട് എൻ്റെ നാട്ടിലും. ഇപ്പോൾ ഉപ്പാൻ്റെ നാട്ടിലാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെയുണ്ട് കുറച്ച് വാട്സപ്പ് കൂട്ടായ്മകൾ. വല്ലപ്പോഴും പഞ്ചായത്തിൽ നിന്ന് വല്ല തൈ ഉണ്ടെന്നോ കോഴികളുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല വിവരങ്ങളോ, അല്ലെങ്കിൽ നാട്ടിൽ ഇന്ന ആൾ മരിച്ചിട്ടുണ്ട് അങ്ങനത്തെ വല്ല വിവരങ്ങൾ, വല്ല മിസ്സിങ് കേസ്, ഇതൊക്കെ വരികയെന്നല്ലാതെ ഇങ്ങനെ ഒരു കോർഡിനേഷനുള്ള, അതും ഇത്രത്തോളം വർഷം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എന്തായാലും ഇന്നിവിടെ വന്ന സമയത്ത് തന്നെ തോന്നിയത് ഒരു കല്യാണ വീട്ടിൽ കൂട്ടായിക്കാരെ കല്യാണം കൂടിയൊരു പ്രതീതി, ഓരോരുത്തർ കാണുക വന്ന് നല്ലൊരു സന്തോഷം. നമ്മൾ കല്യാണത്തിന് പോയാലും എങ്ങനെ ഇവിടെ ഹക്കീം കൂട്ടായി, അങ്ങനെ തന്നെ നമ്മൾ മമ്മൂട്ടി സാറിന് വിളിക്കാറില്ലല്ലോ, അതുപോലെ ഹക്കീം കൂട്ടായി എന്നല്ല ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ താലികെട്ട് ആൾക്ക് കിട്ടിയ പോലെ അതുപോലെ ഒരു കല്യാണത്തിന് വന്നൊരു പ്രതീതിയായിരുന്നു ഇവിടെ ഉണ്ടായത്. പിന്നെ സമയം ഇപ്പോൾ ഏകദേശം 8:20 നമ്മുടെ കുട്ടി കുറുമ്പന്മാരൊക്കെ അക്ഷമരായിട്ടിരിക്കുകയാണ്. ഒരുപാട് പരിപാടികൾ അവരുടെ ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത നല്ല നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ കൂട്ടായിയുടെ മുഖചിത്രമാവാൻ എൻ്റെ കൂട്ടായി വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.